10th സ്റ്റാൻഡേർഡ് 6th ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. മഹത്തായ വിചാരണ. ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922. സെഷൻസ് ജഡ്ജ് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് മുമ്പാകെ. പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ഗാന്ധിജി ബ്രൂംഫീൽഡ് പ്രതിയെ വണങ്ങി. തുടർന്ന് വിധി പ്രസ്താവിച്ചു. ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപക്ഷെ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിൻ്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിപാവനവുമായ ജീവിതം നയിക്കുന്നയാളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ച് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരും ഉണ്ടാകില്ല. നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിലെ വ്യത്യസ്തനും രാജ്യസ്നേഹിയുമായ പ്രതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവ വികാസങ്ങളാണ് ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും ആദ്യകാല സമരങ്ങളും നമ്മൾ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തി മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്കറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. ദാദാ അബ്ദുള്ള ജാവേരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായത്തിനായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. അക്കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വച്ചാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ചമ്പാരൻ മുതൽ ഖേദ വരെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ചമ്പാരൻ സ്വദേശി രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു.
1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. 1918 ഗുജറാത്തിൽ തന്നെ ഖേദയിൽ കർഷകർക്കു വേണ്ടി ഗാന്ധിജി സമരം നടത്തി. പ്രകൃതിക്ഷോഭം മുതൽ കൃഷിനാശമുണ്ടായ ഖേദയിൽ കർഷകർക്ക് നികുതി അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരരീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോകയുദ്ധം നമുക്കറിയാം. ഒന്നാം ലോകയുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പോരാട്ടം. എങ്ങനെയായിരുന്നു അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പോരാട്ടം? ഒന്നാം ലോകയുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. എന്താണ് റൗലറ്റ് നിയമം? വാറന്റില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ ആരെയും ജയിലിലടക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. 1919 ഏപ്രിൽ 6 ദേശീയ ഹർത്താൽ. ഇതിൻ്റെ പ്രചരണത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻവാലാ ബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്കു നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവെപ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവെപ്പ്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവെപ്പിൽ സർക്കാർ രേഖപ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കുപറ്റി. ഇനി ഹണ്ടർ കമ്മീഷൻ. ജാലിയൻവാലാ ബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബഹുജന സമരത്തിലേക്ക്. എങ്ങനെയാണ് ബഹുജന സമരത്തിലേക്ക് സ്ഥിതിഗതികൾ മാറുന്നത്?
റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടു. ഇത് പ്രായോഗികമാകാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം? ഒന്നാം ലോകയുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. നിസ്സഹകരണത്തിലൂടെയുള്ള ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ: 1. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകി. 2. സർക്കാർ ഉദ്യോഗസ്ഥർ രാജിവെക്കുക. 3. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. ഈ 5 രീതികളായിരുന്നു നിസ്സഹകരണ സമരത്തിന് ഉണ്ടായിരുന്നത്. ഇനി നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക എന്നൊരു സവിശേഷത കൂടിയുണ്ട്. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേതു കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി. എന്താണ് ഹിന്ദ് സ്വരാജ്? ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു: ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയംഭരണം എന്നാണ്. ഗ്രാമ നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം നമുക്ക് നോക്കാം. എങ്ങനെയാണ് സ്ത്രീകൾ ഈ ഒരു നിസ്സഹകരണ സമരത്തിൽ പങ്കാളിയായത്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമരരീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. ഇനി തൊഴിലാളികൾ. നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. വിദ്യാർത്ഥികൾ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായതെങ്ങനെ? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഗോത്രജനത എങ്ങനെ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വനനിയമങ്ങൾ ലംഘിച്ച് ഗോത്രജനത സമരത്തിൽ പങ്കാളിയായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. ഇനി കർഷകർ.
ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളിയായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണംകൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ചണത്തിനു പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ 3 1. ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ല് പൂട്ടിക്കുക. 2. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. 3. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്തുജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. എന്താണ് ചിരാല പെരാല? നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങി. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കി. ഇതിനെതിരെ ദുർഗിശാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞുപോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിച്ചു. ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടി സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. നൂറ്റാണ്ട് തികയുന്ന കൂടിക്കാഴ്ച. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജിയും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുവും 1925 മാർച്ച് 12 വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വച്ച് കൂടിക്കാഴ്ച നടത്തി. ഈ 2 മഹത് വ്യക്തികളുടെ കൂടിക്കാഴ്ച 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് തികഞ്ഞു. തുടരുന്ന ജനകീയ സമരങ്ങൾ. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചെങ്കിലും ജനങ്ങളിൽ അത് സൃഷ്ടിച്ച ആവേശം അവസാനിച്ചില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം അരങ്ങേറി. ആന്ധ്രയിലെ ഗോത്രജനതയുടെ സമരം ഇതിനുദാഹരണമാണ്. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു റാംപ ലഹള എന്ന പേരിൽ അറിയപ്പെട്ട ഈ സമരം. ബ്രിട്ടീഷ് വനനിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലി മേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്തപ്പെട്ടു. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെട്ടു.
വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഇക്കാലത്തായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ച ലക്ഷ്യം. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തു. സൈമൺ തിരിച്ചു പോവുക, സൈമൺ ഗോ ബാക്ക്. ഇന്ത്യയിലെ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശം നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനായിരുന്നു സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ. കമ്മീഷനിലെ 7 അംഗങ്ങൾ ബ്രിട്ടീഷുകാരായിരുന്നു. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കോൺഗ്രസും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു. കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ ദിവസം 1928 ഫെബ്രുവരി 3. 1928 ഫെബ്രുവരി 3 രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ തിരിച്ചു പോവുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് പിന്നീട് മരണപ്പെട്ടു. കെട്ടുറപ്പുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പൂനെയിലെ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണഘടനാ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. പിൽക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ഈ റിപ്പോർട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ബർദോളിയിലെ കർഷക മുന്നേറ്റം? 1928 ഗുജറാത്തിലെ ബർദോളി വലിയൊരു കർഷക സമരത്തിന് വേദിയായി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം. സർദാർ വല്ലഭായ് പട്ടേൽ, അബ്ബാസ് ത്യാബ്ജി, വിത്തൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ വലിയ പങ്കുവഹിച്ചു. നികുതി വർധനവായിരുന്നു സമരത്തിൻ്റെ പ്രധാന കാരണം. നികുതി അടക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകി. അവസാനം സർക്കാർ നികുതി വർധനവ് പിൻവലിച്ചു. അങ്ങനെ സമരം വിജയം നേടി. ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ജവഹർലാൽ നെഹ്റു. 1929 ഡിസംബർ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് നാം വായിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ട് സുപ്രധാനമായിരുന്നു. അവയിൽ ചിലത്: കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചതും 1929 ലാഹോർ വാർഷിക സമ്മേളനത്തിൽ വച്ചാണ്. സ്വാതന്ത്ര്യത്തിനു മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം 1930 ജാനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ചു.
സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ പശ്ചാത്തലത്തിലാണ്. ദണ്ഡിയിലെ കടലിരമ്പം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. സമരം ആരംഭിക്കുന്നതിനു മുമ്പ് ഗാന്ധിജി വൈസ്രോയിയായിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു കത്ത് നൽകി. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഒപ്പുനിയമം ലംഘിച്ച് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വച്ച് ഒപ്പുനിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകർ എത്തിച്ചേർന്നു. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എന്തുകൊണ്ട് ഉപ്പ്? ഉപ്പു നിർമ്മാണം സർക്കാരിൻ്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പു നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായി ഗാന്ധിജിയുടെ തീരുമാനം. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവായിരുന്നു ഉപ്പ്. കാർഷിക ആവശ്യങ്ങൾക്കു കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിൻ്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നായിരുന്നു. 10th സ്റ്റാൻഡേർഡിലെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ SCERT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.